എന്തായാലും പടം പൊട്ടിപ്പോയൊരു ഫീലാണ്. ആ പടം പൊട്ടിയത് വെച്ചിട്ടൊന്നും ഒരു പടത്തിന്റെ ക്വാളിറ്റി അളക്കാൻ പറ്റില്ല. മലയാളികൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ് തൂവാനത്തുമ്പികളും മായാമയൂരവും ചന്ദ്രോത്സവം ഒക്കെ വന്ന് ഇറങ്ങിയപ്പോൾ പൊട്ടിപ്പോയ പടങ്ങളാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ക്ലാസിക് വ്യൂവേഴ്സിനാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽസിന് ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. അങ്ങനെ ക്ലാസിക് ലോക്കൽ വേർതിരിവൊക്കെ ഈ സിനിമയിലൊക്കെ പറയാം. ഇപ്പം മത്സരേണ്ട ഇതിന് മുന്നത്തെ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അത് എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടുള്ള സിനിമ. അത് ഈ ഇനീഷ്യൽ ഹൈപ്പ് ഇല്ലാതിരുന്ന സിനിമകളാണ് അതൊക്കെ. പക്ഷെ ഇതിന് ഒരു ഇനീഷ്യൽ ഈ താരസാന്നിധ്യം കാരണം ഇനീഷ്യൽ ഹൈപ്പ് വന്നിട്ടുണ്ട്. ആ ഹൈപ്പിന് ഒപ്പം പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മിസ്സിങ് ആയിരിക്കും. അല്ലാതെ ആസ് എ സിനിമ ഇൻ ടോട്ടാലിറ്റി അതൊരു മോശം അറ്റംപ്റ്റ് അല്ല. പിന്നെ എനിക്കതിനകത്ത് തോന്നിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റണ്ട് സീക്വൻസുകളിലാണ്. സ്റ്റണ്ട് സീക്വൻസുകൾ പൊതുവെ വളരെ ചെറിയ സ്പേസുകളിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന, അങ്ങനെ ആ സാഹചര്യം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ലിഫ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു വിമാനത്തിനകത്ത് ഒക്കെ ഒരു സ്റ്റണ്ട് സീക്വൻസ് ആകുമ്പോൾ അതിനുള്ള ആ ഏരിയയുടെ ഒരു പരിമിതിയുണ്ട്. അതിനുള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരുന്ന ഇപ്പോൾ വൈഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പല ഫ്രെയിംസും വളരെ ക്ലോസപ്പ് ഷോട്ടുകളിലൊക്കെ കാണേണ്ടി വരുന്നുണ്ട്. അത്തരം ചില പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്കതിനകത്ത് തോന്നിയത്.